ഹലോ ഗൈസ്, വെൽക്കം ടു 10 മിറാക്കിൾ ലാബ്. ഇന്ന് നിഫ്റ്റിയെയും ബാങ്ക് നിഫ്റ്റിയിലും നമുക്ക് എങ്ങനെയൊക്കെ പണം ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. ഇവിടെ നിഫ്റ്റി ടച്ച് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? നല്ലൊരു ഡൗൺ മൂവ്മെൻറ്റ് വന്നു. അതുപോലെ ഇവിടെ ടച്ച് ചെയ്യാൻ പോയപ്പോൾ വളരെ നല്ലൊരു ഡൗൺ മൂവ്മെൻറ്റ് വന്നു. നോക്കൂ, അതുപോലെ ഇന്ന് ഇവിടെ ടച്ച് ചെയ്യാൻ വന്നപ്പോൾ ഒരു ബിഗ് റെഡ് ക്യാൻഡിൽ വന്നുകൊണ്ട് വളരെ വലിയൊരു ഡൗൺ മൂവ്മെൻറ്റ് വന്നു. എന്താണ് ഇതിന് സംഭവം? ഈ ഏരിയയിൽ എത്തുമ്പോഴൊക്കെ നിഫ്റ്റി വലിയ ഡൗൺ മൂവ്മെൻറ്റ് തരുന്നു. ഇതിനെയാണ് നമ്മൾ സപ്ലൈ സോൺ എന്ന് പറയുന്നത്. അതായത് അവിടെ ബയേഴ്സ് വിചാരിക്കുന്നത് ഓവർ പ്രൈസ്ഡ് ആണ്, ഇവിടെ വാങ്ങിയിട്ട് കാര്യമില്ല, നമുക്ക് വലിയ വില കൊടുത്തിട്ടാണ് വാങ്ങേണ്ടത്, ചെറിയ തുകയല്ല ഇവിടെ ഉള്ളത്, ഓവർ വാല്യൂഡ് ആണ്, അതുകൊണ്ട് ചെറിയ വിലക്ക് വാങ്ങണം, നമുക്ക് ഇവിടെ എത്തിയാൽ വാങ്ങുന്നതാണ് സേഫ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ഒരു ഡേ ട്രേഡറെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഇത് ഉപയോഗിച്ച് പണമുണ്ടാക്കാം? ഈ വലിയ മൂവ് ഇന്ന് നമുക്ക് എങ്ങനെ ക്യാച്ച് ചെയ്യാൻ സാധിച്ചു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് കാണാം, ഇവിടെ ഒരു എൻഗൾഫിംഗ് പാറ്റേൺ, കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ഫോം ചെയ്തത്. ഇവിടെ നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായും അക്കോർഡിംഗ് ടു മൈ സ്ട്രാറ്റജി ഇവിടെ അത്ര ഹൈ പ്രോബബിലിറ്റി എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ എൻ്റർ ചെയ്തില്ല. മേ ബി വേറെ പല സെറ്റപ്പുകളും ഉണ്ടായിരിക്കും. അക്കോർഡിംഗ് ടു മൈ സെറ്റപ്പ് എനിക്കവിടെ എൻ്റർ ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം ഒരു നല്ല ഡൗൺ മൂവ്മെൻറ്റ് വന്നു. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കുക, നിഫ്റ്റി CPRനടുത്ത് ഒന്ന് ഹാൾട്ട് ചെയ്തു. ഈ ഹാൾട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് എൻട്രി ചെയ്യാനുള്ള അവസരം വന്നത്. അതായത് നമുക്കറിയാം CPR എന്നുള്ളത് ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. ഇവിടെ ഹാൾട്ട് ചെയ്തതിന് ശേഷം വലിയൊരു റെഡ് ക്യാൻഡിൽ അതിന് ബ്രേക്ക് ചെയ്തു. അവിടെ നമുക്ക് ഒരു എൻട്രി തീർച്ചയായും എടുത്ത് ആ വലിയ മൂവ്മെൻറ്റിൽ ചെറിയ ഒരു തുക ഉണ്ടാക്കാൻ പറ്റും. എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കുക? ഈ CPRൻ്റെയും റെഡ് ക്യാൻഡിലിൻ്റെയും മുകളിലായിട്ട് സെല്ല് ചെയ്യുന്നത് കൊണ്ട്. അതിനുശേഷം നിഫ്റ്റി നല്ലൊരു ഡൗൺ മൂവ്മെൻറ്റ് തന്നു. നിങ്ങൾ ചോദിക്കും, എവിടെയാണ് ടാർഗറ്റ്? തീർച്ചയായും പ്രീവിയസ് ഡേ ലോയിലാണ് ടാർഗറ്റ്. എന്നാൽ ഇവിടെ 200 പീരീഡ് മൂവിങ് ആവറേജ് വരെ വന്നിരുന്നു. സേഫ് ടാർഗറ്റ് ഇവിടെയാണ്. നിങ്ങൾ 1:2 റേഷ്യോയിൽ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് ട്രേഡ് എടുക്കുകയാണെങ്കിൽ നല്ലൊരു ലാഭം ഉണ്ടാക്കാൻ അവിടെ സാധിക്കുമായിരുന്നു. നിഫ്റ്റിയിൽ അടുത്തൊരു ചാൻസ് കിട്ടിയത് ഇവിടെ നമുക്ക് കാണാം. 200 പീരീഡ് മൂവിങ് ആവറേജ്, വെരി ബിഗ് സപ്പോർട്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ഡേയ്സിലുണ്ടായ ഡിമാൻഡ് സോൺ എന്ന് പറഞ്ഞാൽ ചീപ്പ് പ്രൈസ്. നിഫ്റ്റി ഷോർട്ട് പീരീഡ് ടൈമിൽ ഏറ്റവും ചീപ്പറായിട്ടുള്ളത് ഇവിടെയാണ്. രണ്ട് സപ്പോർട്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ റെഡ് കളറിൽ കാണാം വിർജിൻ CPR. 3 സപ്പോർട്ടുകൾ വന്നെടുത്ത് നിഫ്റ്റി നിന്നും മുകളിലേക്ക് ബൗൺസ് ബാക്ക് ചെയ്തു. ഇവിടെ എങ്ങനെയാണ് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുക? തീർച്ചയായും ഇതൊരു സ്കാൽപ്പിംഗ് സ്ട്രാറ്റജിയാണ്. കാരണം വലിയൊരു മൂവിന് ശേഷം ഹാൾട്ട് ചെയ്യാണ്ടാണ് മുകളിലേക്ക് പോകുന്നത്. ഇത് എല്ലാ സമയവും വർക്കാവണമെന്നില്ല. പക്ഷെ ഇത് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ വളരെ ചെറിയ രൂപക്ക് ചെറിയ രീതിയിൽ സ്കാൽപ്പ് ചെയ്ത് ലിറ്റിൽ മണി ഉണ്ടാക്കുക എന്നാണ്. സ്കാൽപ്പിങ്ങിൻ്റെ പ്രധാന ഉദ്ദേശം ചെറിയ മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്ത് പണമുണ്ടാക്കുക എന്നുള്ളതാണ്. അതുപോലെ 2 മൂവ്മെൻറ്റാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയത്. അതിൽ ഒന്നാമത്തെ മൂവ്മെൻറ്റ്
ഇതാണ്. ഇവിടെ എങ്ങനെ എൻട്രി എടുക്കാമെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അതായത് ഇവിടെ ഈ സപ്പോർട്ടിൻ്റെ അടുത്ത് ഈ ഗ്രീൻ ക്യാൻഡിൽ എൻട്രി ചെയ്യുക. തൊട്ട് താഴെ, വളരെ തൊട്ട് താഴെ വേണം സ്റ്റോപ്പ് ലോസ് വെക്കാൻ. അവിടെ അധികം നമ്മൾ കളിക്കാൻ നിൽക്കരുത്, വളരെ തൊട്ട് താഴെ. അതിനുശേഷം നമ്മൾ ടാർഗറ്റ് വെക്കേണ്ടതെന്ന് പറയുന്നത് 20 പീരീഡ് മൂവിങ് ആവറേജിൻ്റെ അടുത്താണ്. 20 പീരീഡ് മൂവിങ് ആവറേജ് ടച്ച് ചെയ്യുമ്പോൾ ഇറങ്ങുക, ചെറിയ മണി ഉണ്ടാക്കുക, ഇറങ്ങുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കണ്ടിന്യൂസ്ലി ക്യാച്ച് ചെയ്യാം. അതായത് നിങ്ങളോട് സ്റ്റോപ്പ് ലോസ് മുകളിലേക്ക് മാറ്റി നിങ്ങൾക്ക് ഇതിനെ, ഈ വലിയ മൂവ്മെൻറ്റിനെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ് ടു ദിസ്, ഇവിടെയാണ് നിങ്ങൾ ഔട്ടാകുന്നത്. എന്നാൽ ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് ചെയ്യരുത്. 20 മൂവിങ് ആവറേജ് ടച്ച് ചെയ്താൽ അപ്പം പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. അതേപോലെ ഈ ചെറിയ ക്യാൻഡലിൻ്റെ താഴെ വന്നാൽ അപ്പ് സ്റ്റോപ്പ് ലോസ്, നോ, വേറൊന്നും ചെയ്യാൻ പാടില്ല. അടുത്തൊരു സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടിയത് അതുപോലെ തന്നെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, 200 പീരീഡ് മൂവിങ് ആവറേജിനെ ഒരു വലിയ റെഡ് ക്യാൻഡിൽ വന്ന് ക്രോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ 20 പീരീഡ് മൂവിങ് ആവറേജും 50 പീരീഡ് മൂവിങ് ആവറേജും അതേസമയം 200 മൂവിങ് പീരീഡ് 200 SMA ക്രോസ് ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായും ഇത് ബൗൺസ് ബാക്ക് ചെയ്യുന്നതാണ്. അതാണ് ഇവിടെ നടന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ റെഡ് ക്യാൻഡിലിൽ ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്, ബുള്ളിഷ് പിൻബാറാണ്. റെഡ് ക്യാൻഡിൽ ആണെങ്കിലും ഇവിടെ ഇതിൻ്റെ ക്ലോസിങ്ങിൽ എൻട്രി എടുക്കുക, തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ്. അതുപോലെ 20 പീരീഡ് മൂവിങ് ആവറേജ് എപ്പോൾ ടച്ച് ചെയ്യുന്നോ അപ്പോൾ എക്സിറ്റ്. ചെറിയ രീതിയിൽ പണം ഉണ്ടാക്കുക. സ്കാൽപ്പിംഗ്, നിങ്ങളുടെ മുഴുവൻ പണവും ഇവിടെ ഇടാൻ പാടില്ല. നിങ്ങളുടെ പൊസിഷൻ സൈസ് സാധാരണയിൽ നിന്നും വളരെ കുറച്ച് വേണം സ്കാൽപ്പിംഗ് ചെയ്യാൻ വേണ്ടി. നിങ്ങൾ ഈ ഏരിയ ഒന്ന് ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റി എത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ്. ഈ സെയിം ടൈമിൽ ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് അടുത്തത് നോക്കാം. ഇതേ സമയം നിഫ്റ്റി എവിടെയാണോ സപ്പോർട്ട് എടുത്തത് അതേ സ്ഥലത്ത് നമുക്ക് എങ്ങനെയാണ് നല്ലൊരു ട്രേഡ് കിട്ടിയതെന്ന് നോക്കാം. ഇതാണ് ആ ഏരിയ, ഞാനിപ്പോൾ പറഞ്ഞ ഏരിയ ഇതാണ്. നമുക്ക് കാണാം ഇവിടെ ബാങ്ക് നിഫ്റ്റി നന്നായി ഹാൾട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബ്ലൂ ലൈൻ കാണുന്നതാണ് ഡിമാൻഡ് സോൺ. മുമ്പേ അത് സപ്ലൈ സോണായിരുന്നു, ഇപ്പോൾ ഡിമാൻഡ് സോണായി. നമുക്ക് എല്ലാവർക്കും അറിയുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഡിമാൻഡ് സോൺ എപ്പോഴാണ് ബ്രേക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാം. എന്നാൽ ഞാനിവിടെ ഷോർട്ട് ചെയ്യില്ല. കാരണം എന്താണ്, ഇവിടെ കൂടുതൽ ബയേഴ്സ് ഉണ്ട്, ഒന്നാമത്തെ കാരണം. രണ്ടാമത് നിഫ്റ്റി ഞാൻ കാണിച്ചു, അവിടെ നല്ലൊരു സപ്പോർട്ടിലാണ്. മൂന്നാമത് എനിക്ക് നന്നായി അറിയാം, ഇവിടെ ഒരുപാട് അമച്വർ ട്രേഡേഴ്സ് സെല്ല് ചെയ്യും. അപ്പോൾ അവർ ഇവിടെയൊക്കെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടാവും. ഏതൊക്കെയാണ്? ഒന്നാമത് ബയേഴ്സ് ഉണ്ട് ഇവിടെ. രണ്ടാമത് നിഫ്റ്റി നല്ലൊരു സപ്പോർട്ട് സോണിലാണ്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും മോസ്റ്റ് ഓഫ് ദി ടൈം ഒരേപോലെയാണ് മൂവ് ചെയ്യുക. ഡേ ടൈമിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, ലോങ് ടൈമിലേക്ക് നോക്കുമ്പോൾ ഒരുപോലെയല്ല, അത് വേറൊരു സിനാരിയോ ആണ്. മൂന്നാമത് ഇവിടെയൊക്കെ അമച്വർ ട്രേഡേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാകും. ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് മെത്തേഡ്. അതുപയോഗിച്ച് എങ്ങനെ ട്രേഡ് എടുക്കാമെന്ന് നോക്കാം. ഈ റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത ശേഷം ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് താഴേക്ക് പോകില്ല. നേരത്തെ മനസ്സിലായി ഇത് താഴേക്ക് പോകില്ല. അപ്പോൾ അടുത്തൊരു കൺഫർമേഷന് വെയിറ്റ് ചെയ്തു. അടുത്തൊരു വലിയൊരു ബിഗ് ക്യാൻഡിൽ വന്നുകൊണ്ട് ഈ ഡിമാൻഡ് സോണിനെ ബ്രേക്ക് ചെയ്തു. മുമ്പ് ഡിമാൻഡ് സോണായത് ഇപ്പോൾ ഡിമാൻഡ് സോൺ ബ്രേക്ക് ചെയ്തു. അപ്പോൾ എന്തായി, ഇവിടെ കയറിയ അമച്വർ ട്രേഡേഴ്സ് എല്ലാം പേടിച്ച് അവർ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് മാറാൻ തയ്യാറായി നിൽക്കും. അപ്പോൾ ഒരുപാട് ബയോഡേഴ്സ് വരുമ്പോൾ മെച്യൂറായ ട്രേഡേഴ്സും ബയോഡേഴ്സ് പ്ലേസ് ചെയ്യും.
അപ്പോൾ ബയോഡേസ് പ്ലേസ് ചെയ്യുമ്പോൾ നല്ലൊരു മൂവ്മെൻറ്റ് വരും. 1:2 റേഷ്യോയിൽ പൊസിഷൻ സൈസ് എടുത്തുകൊണ്ട് നമുക്ക് ഈ ട്രേഡിൽ നല്ലൊരു തുക ഉണ്ടാക്കാൻ സാധിക്കും. എവിടെയാണ് നമ്മുടെ എൻട്രി? ഇവിടെ നമ്മുടെ എൻട്രി നിങ്ങൾക്ക് കാണാം. റെഡിലും ഗ്രീനും ഞാൻ മാർക്ക് ചെയ്തത്, ഞാൻ എൻട്രി എടുത്ത പോയിൻ്റ് ആയിരുന്നു അത്. എവിടെയാണ് സ്റ്റോപ്പ് ലോസ്? ബിലോ ദിസ് ബിഗ് ഗ്രീൻ ക്യാൻഡിൽ. നമുക്ക് 1:2 കറക്റ്റ് 1:2 റേഷ്യോയിൽ ഇവിടെ ഞാൻ എക്സിറ്റ് ചെയ്തു. അതിനുശേഷം താഴേക്ക് വന്നു. അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഇത്രയും ട്രേഡുകളായിരുന്നു ഇന്ന് നമുക്ക് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും കാണാൻ സാധിച്ചത്. നിങ്ങൾ ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലും ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിൽ എന്നെ അറിയിക്കാൻ ശ്രമിക്കുക. ഇതുപോലുള്ള സ്ട്രാറ്റജികളാണോ നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നും ഒന്ന് അറിയിക്കുക. അതിനനുസരിച്ച് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. വരും ആഴ്ചകളിൽ വളരെ പ്രീമിയം ആയിട്ടുള്ള സ്ട്രാറ്റജികൾ ഈ യൂട്യൂബ് ചാനലിലൂടെ നിർമ്മിക്കുന്നതായിരിക്കും. എല്ലാവരും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ഫ്രം 10 മിറാക്കിൾ ലാബ്.